വേദപുസ്തകത്തിൽ നമുക്ക് ഒത്തിരി കഥാപാത്രങ്ങളെ, ചരിത്ര പുരുഷന്മാരെ, രാജാക്കന്മാരെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അബ്രഹാം, ഏലിയാവ്, മോശ, ദാവീദ് എന്നു വേണ്ട ശക്തന്മാരായ ഭൂലോകത്തെ ഇളക്കി മറിച്ച ഒത്തിരി ചരിത്ര പുരുഷന്മാരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആഴമായി അവരെ പഠിച്ചാൽ അവർക്കെല്ലാം കുറവുകളുണ്ട്, അവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്, അവർക്കെല്ലാം പരാജയമുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ കുറവില്ലാത്ത ഒരാളേ ഉള്ളൂ, പരാജയമില്ലാത്ത ഒരാളേ ഉള്ളൂ. അതിൻ്റെ പേര് യേശു എന്നാണ്. കാരണം യേശു ഒരാളെ തൊട്ടാൽ അവരുടെ ലൈഫ് മാറും. യേശു ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ അവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ ജനിച്ചത് ക്രിസ്തീയ കുടുംബത്തിലാണ്, ഞങ്ങൾക്ക് പള്ളിയുണ്ട്, ഞങ്ങളുടെ പട്ടക്കാരുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് യേശുവുമായി ഒരു വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ നിങ്ങളൊരു കേവലം വെറും പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കും. എന്നാൽ യേശുവുമായി ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അത്ഭുതമായി മാറും. യേശുവിനെ രക്ഷകനും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കണം. യേശുവേ, അതൊരു മതം മാറ്റമല്ല കേട്ടോ. ആ പള്ളി നീ പള്ളിയിലോട്ട് വരുന്നതോ, അന്ന് പോയപ്പം ബുക്ക് കൊണ്ടുകൊണ്ടായിരുന്നു, പുസ്തകം കൊണ്ടുകൊണ്ടായിരുന്നു, ഇപ്പം ഞാൻ ബൈബിൾ പിടിക്കുന്നുണ്ട്, അതൊന്നും അല്ല ഇവിടുത്തെ മാറ്റം. യേശുവിനെ ഒരാൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. രോഗത്തെ, ശാപത്തെ, മരണത്തെയൊക്കെ ജയിക്കുന്ന ഒരു അധികാരത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ഇന്ന് ഒത്തിരി പ്രശ്നങ്ങൾ, കൊട്ടക്കണക്കിന് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾക്ക് യേശു രക്ഷകനാണെങ്കിൽ ഈ പ്രശ്നമൊന്നും നിന്നെ തൊടത്തില്ലെന്ന് ഉറപ്പ്. ഒരു പ്രശ്നത്തിനും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഒരു പ്രശ്നവും നിന്നെ ജയിക്കത്തില്ല. യു ആർ മോർ ദാൻ എ കോൺകറർ എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് പ്രിയമുള്ളവരെ. യേശുവിനെ എൻ്റെ കൊച്ചമ്മയ്ക്കറിയാം, യേശുവിനെ എൻ്റെ അപ്പച്ചനറിയാം, യേശുവിനെ എൻ്റെ അമ്മച്ചിക്കറിയാം, ഞങ്ങൾ യേശുവിന് വേണ്ടി പള്ളി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി നിങ്ങൾ യേശുവുമായുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതു വഴികൾ തുറക്കപ്പെടും, പുതുവാതിലുകൾ തുറക്കപ്പെടും, പുതിയ അത്ഭുതങ്ങൾ സംഭവിക്കും, പുതിയ രീതികൾ നിങ്ങൾ കാണുവാൻ തുടങ്ങും. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇരുട്ടിനകത്തായിരിക്കും. എത്ര പേർക്ക് ആ വാക്യം അറിയാം? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യം അറിയുക എന്നുള്ള പദത്തിന്റെ ഒറിജിനൽ പദത്തിന്റെ അർത്ഥങ്ങളിൽ ഒന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമെന്നുള്ളതാണ്. സത്യം എന്നത് വെളിച്ചമാണ്, അസത്യം എന്നുള്ളത് ഇരുട്ടാണ്. ഇന്ന് പകലും ചില സത്യങ്ങൾ നമ്മളെ സ്വതന്ത്രമാക്കുകയാണ്. അതിലൊരു സത്യമാണ് നിങ്ങൾക്കറിയാം, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, രോഗങ്ങൾ വന്നാൽ എനിക്കുള്ള ഉപാധി മറ്റൊന്നുമല്ല, അവിടുത്തെ മുറിവുകളിൽ എനിക്ക് സൗഖ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ഇത് നിങ്ങൾ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ രോഗിയായി തുടരും. എന്നാൽ ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിനകത്തുനിന്ന് നീ വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗബന്ധനങ്ങളെ കരിച്ചു മാറ്റുന്ന കീമോയേക്കാൾ വലിയ തെറാപ്പികളെക്കാൾ വലിയ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് അറിയുന്ന മാത്രയിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. യേശുവിലൂടെ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, രക്ഷ ലഭിച്ചു. രക്ഷ ലഭിച്ചു. ഇത്ര വലിയ രക്ഷ. എന്താണ് രക്ഷ എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ഞാനും നിങ്ങളുമെല്ലാം ആദാമ്യ സന്തതി മുഴുവനും നരകത്തിന്റെ വിറകുകൊള്ളിയായി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് യേശുവിനെ അറിഞ്ഞപ്പോൾ ആ നരകത്തിൽ നിന്ന് അവൻ നമ്മളെ മാറ്റി, ശിക്ഷയിൽ നിന്ന് അവൻ നമ്മളെ മാറ്റി, അവൻ നമ്മളെ രക്ഷിച്ചു. അതേതു മതക്കാരനായാലും, ഏത് ഗോത്രക്കാരനാണെങ്കിലും, ഏത് കുടുംബക്കാരനാണെങ്കിലും ഇന്ന് പകൽ യേശുവേ എന്ന് വിളിക്കാൻ തയ്യാറാകുമെങ്കിൽ ശബ്ദമുയർത്തി ഒന്ന് വിളിച്ച നാമത്തെ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും. അവൻ മാത്രമാണോ? അല്ല, അവനിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഇന്ന് പകൽ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ, തലമുറകൾ രക്ഷപ്പെടട്ടെ, വീടുകൾ രക്ഷപ്പെടട്ടെ. ആമേൻ. ശാപങ്ങൾ അഴിഞ്ഞു മാറട്ടെ, രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശു 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 ഇതിനകത്ത് നാമം ഉയരട്ടെ. യേശുവേ.